ഓരോ ഷോർട്സ് വീഡിയോയും ഇടുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ലോങ് വീഡിയോസ് ഇട്ടുകൂടെന്ന്. എന്നാൽ പിന്നെ ഇന്ന് ലോങ് വീഡിയോസ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ മണ്ണാർക്കാട് മറൈൻ മിറാക്കിൾ വന്നിട്ടുണ്ട്. ഏകദേശം പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, പാലക്കാട് ഭാഗത്തുള്ള അധികാളും അവിടെ വന്നിട്ടുണ്ടാവും. ഇന്നൊന്നും തുടങ്ങിയതൊന്നല്ല കേട്ടോ, കുറച്ച് ദിവസമായി സംഭവം തുടങ്ങിയിട്ട്. പോയ ആൾക്കാരടുത്തൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചു. അപ്പൊ പോയവരൊക്കെ പറഞ്ഞത് അവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്നാണ്. അപ്പൊ പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളോടും പറഞ്ഞു നമുക്ക് അവിടെ പോകണ്ട, കാണാനൊന്നുമില്ല. അധികാളും പറഞ്ഞത് പൂരപ്പറമ്പിന്റെ പോലെ തന്നെയാണ്, പിന്നെ പ്രത്യേകിച്ചിട്ട് പറയാൻ കുറച്ച് അക്കോരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ തീരെയും പോകാൻ ഇൻട്രസ്റ്റ് ആയില്ല കേട്ടോ, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൂരപ്പറമ്പ് പോകുന്നതാണല്ലോ. അവിടെ പിന്നെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് കാണാലോ എന്ന് വിചാരിച്ചു. കാരണം അവിടെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് താല്പര്യം നല്ലപോലെ കുറയില്ലേ. അതുപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. പക്ഷേ രാവിലെ വിളിച്ചിട്ട് വല്യാക്ക് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കാണാൻ പോകാൻ എല്ലാവരും കൂടെ മാറ്റിക്കോന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഓരോ കൂടെ അല്ലേ എന്നുള്ളേക്ക് ഒരു രസമാണല്ലോ, നീനു, നസ്ത, തിമ്മി അങ്ങനെ എല്ലാവരും കൂടെ പോവാണെങ്കിൽ കുറച്ച് രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഇൻട്രസ്റ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാക്കാൻ എടുത്ത് പറഞ്ഞു നമുക്ക് രണ്ടാക്കും വേറെ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകും, ഇവരവിടെ പോയി വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടോ. സച്ചു ആണെങ്കിൽ 2 ദിവസം മുന്നേ ഓനോന്റെ കൂട്ടുകാരനും കൂടെ പോയി വന്നിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും പിന്നെ മൈരിബായി മാറ്റി വരും, ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു. അപ്പോഴേക്ക് ഇതാ നീനും ഉമ്മീനും എസ്താത്തിയും വല്യാക്കും എല്ലാവരും കൂടെ ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അപ്പം തന്നെ അവിടെ എത്തി. ഓലൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് കൂടിയിട്ട്, എന്നാൽ പിന്നെ പുറത്ത് ഇനി ഇപ്പോൾ കറങ്ങാൻ പോകണ്ട, ഓല കൂടെ ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് പോരാലോ എന്ന് വിചാരിച്ചു. കയറുമ്പോൾ തന്നെ നീനു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൽ കയറണം, ഇതിൽ കയറണം, അപ്പുറത്തേൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിലും കയറാല്ല, കാരണം എനിക്ക് കുറച്ച് മുന്നായിട്ട് നല്ല തലവേദന ഉള്ളതാണ്. അതായത് ജസ്റ്റ് നമ്മൾ കാറിൽ കയറിയാൽ തന്നെ ഭയങ്കര തലവേദന വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പൊ ഗുളിക കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊക്കെ കയറിയിട്ട് തലയാകെ പുണ്ണാണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് വലിയാക്കാൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര എന്തൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് കയറി പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇതിനുള്ളിൽ എന്താണാവോ, എന്താണ് ഇത്ര അധികം കാണാൻ, കാരണം അത്രയധികം ജനങ്ങളുണ്ട്. ഇത്രയും ജനങ്ങളുടെയും കുറച്ച് കുറവാണ്, കാരണം എക്സാമിന്റെ ഒരു ടൈമാണ്. രാത്രി എല്ലാവർക്കും കൂടെ ഇതിൽ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, അതുകൊണ്ടാണ് ഇത്രയും ജനമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ കൂടുതലുണ്ടാവും. അങ്ങനെ ചെന്നതിൽ തന്നെ നമ്മുടെ അക്കൂരങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. നല്ല അടിപൊളി ഫിഷിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചാവക്കാട് മറൈൻ വേൾഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവമൊന്നും പിന്നെ നമുക്കൊന്നുമല്ല കേട്ടോ, കാരണം അവിടുത്തെ കുറേ മീനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോയാലും നമുക്കൊന്നും ഇഷ്ടാവില്ല കേട്ടോ, കാരണം അവിടെ അത്രയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെ എന്തെങ്കിലുമൊക്കെ പുതിയത് വന്നു എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അവിടെ എത്തും. അവിടെ കാണാനുണ്ടോ, കേൾക്കാനുണ്ടോ, കഴിക്കാനുണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കും. എല്ലാവരും പോകും, സ്റ്റാറ്റസ് ഇടും. അത് പിന്നെ ഒരു ട്രെൻഡാണ് അല്ലേ, എവിടെ പോയി കഴിഞ്ഞാലും എല്ലാവരും സ്റ്റാറ്റസ് ഇടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ട് തന്നെ അറിയണത് അല്ലേ. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് കേട്ടോ, കാരണം എവിടെ എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും എല്ലാവരും പോകും. ഇനിയിപ്പോൾ വെക്കേഷനാണ്, എന്തായാലും ഇതിലും കൂടുതൽ തിരക്കാകാനേ ചാൻസ് ഉള്ളൂ. ഈ ഒരു മീനിന്റെ സെക്ഷൻ വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. നല്ല വലിയ ഷാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാലും അപ്പുറ ഭാഗത്ത് പോയി നിന്നാലും ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ തലന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വലിയ മീനുകളൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ സന്തോഷമൊക്കെ വരും. ഇങ്ങനത്തെ സംഭവത്തിന്റെ ഉള്ളിലൊന്നും കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അധികം ചെറിയ ചെറിയ സാധനങ്ങളും അതുപോലെ ടോയ്, പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാനുള്ളത് അങ്ങനത്തെ ഒന്നും അധികം വാങ്ങാറില്ല കേട്ടോ, കാരണം നല്ല റേറ്റ് ആയിരിക്കും. ഒന്നുകിൽ ഞങ്ങൾ പോകുന്നതിന് മുന്നേ കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതുക്കി കടൽ അങ്ങനത്തെ ചെറുതെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇവരെ കണ്ടിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ഉണ്ട് കേട്ടോ, രണ്ടുപേരും ഇങ്ങനെ ഒത്തൊരുമിച്ച് വെറുതെ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ മീനായിട്ട് കാണുന്നത് ഇതാണ് കേട്ടോ. എന്തായാലും സംഗതി വലിയ കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. കാരണം നമുക്ക് ബസ് വണ്ടിയൊക്കെ കയറി കൂടുതൽ വരാനൊന്നുമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് നടന്ന് വരേണ്ട അത്ര ദൂരമുള്ളൂ കേട്ടോ. സച്ചുറ്റുമൊക്കെ നടന്നിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ രാത്രിയല്ലേന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്ത് വന്നത്. എന്തായാലും നമുക്ക് ലാഭമാണ് കേട്ടോ. പാലക്കാടാണെങ്കിലും പെരിന്തൽമണ്ണ ആണെങ്കിലും നമ്മളിത് കാണാൻ പോകും. അപ്പോൾ പിന്നെ നമുക്ക് വണ്ടി ചാർജും കൂടെ വേണമല്ലോ. ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ നമുക്കൊരു ലാഭമാണ് കേട്ടോ. എനിക്ക് താല്പര്യം ഇതിനൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞാക്കാൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ബൈക്കോട്ടെ, നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങാലോ എവിടെയെങ്കിലൊക്കെയാണ് കേട്ടോ, അല്ലാതെ എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും വാങ്ങാനോ ഒന്നുമല്ല, ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങുക. ഇതെനിക്കൊരു ഹോബിയാണ് കേട്ടോ. അങ്ങനെ അതാ ഏകദേശം മീൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കൂടി ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പല സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ പോകണുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് എവിടെയെങ്കിലൊക്കെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ പാടെ നമ്മളെ തലയിൽ കൂടി പൊട്ടിച്ചാടൂലെന്ന്. സംഭവം സത്യം തന്നെയാണ്, പക്ഷെ എന്നാലും കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ അതായത് ഈ ഒരു മീൻ്റെ സെക്ഷൻ്റെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെടുത്ത് തരും കേട്ടോ. അപ്പം തന്നെ കിട്ടും കേട്ടോ ഫോട്ടോസൊക്കെ. പക്ഷെ നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾക്ക് പിന്നെ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോസ് ഒന്നും എടുത്തില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ടില്ലേ കാണാൻ. ഇങ്ങനെ കാണുമ്പോൾ അതായത് കുറേ മീനുകൾ ഇങ്ങനെ നമ്മുടെ ചുറ്റും മുകളിലും താഴെയൊക്കെ ആകുമ്പോൾ നല്ല രസമാണല്ലേ കാണാൻ. ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 100 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 100 രൂപക്കൊന്നും നമുക്ക് നഷ്ടം എന്ന് പറയാനൊന്നുമില്ല, എന്തായാലും നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എവിടെ ചെന്നാലും അവസ്ഥ തന്നെയാണ് കേട്ടോ, കൂടുതൽ കാണാനൊന്നുമില്ല, പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുക, വരിക, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ലൈഫിലൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും കാണാനില്ല, അവിടേക്ക് പോകണില്ല, അങ്ങനെ പറഞ്ഞ് ഇരുന്നൊരു കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ തന്നെ അവിടെ ഒന്നുമില്ല കാണാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ചെറിയൊരു സന്തോഷം കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടുപോകും. ഇവിടെ പിന്നെ അതാ നമ്മുടെ ഇഗ്വാനെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും നമ്മൾ കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈ വക ഐറ്റംസ് ഒക്കെ നമ്മൾ എവിടെ ചെന്നാലും കാണുന്നതാണ്. അപ്പോൾ അതൊന്നും കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മീനിനെ പിന്നെ നമുക്ക് എപ്പോൾ കാണുകയാണെങ്കിലും നമുക്കൊരു സന്തോഷം തോന്നൂല. പിന്നെ അത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് എൻ്റെ ഫോണിലല്ല, നമ്മൾ വലിയക്കാൻ്റെ ഫോണിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മുടെ ജലദേവത, വനദേവത, അല്ല മത്സ്യകന്യക, ആ ഒരു സംഭവം കൂടെ ഉണ്ട്. രസം എന്താണെന്ന് വെച്ചാൽ മറ്റിൻ്റെ അടുത്തൊന്നും വല്ലാതെ ആൾക്കാരല്ല കേട്ടോ, ഈ ഒരു ജലദേവതനെ അല്ല ഈ ഒരു മത്സ്യകന്യകനെ ചുറ്റിയിട്ടാണ് കേട്ടോ ആൾക്കാർ നല്ലപോലെ നിൽക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്, പക്ഷെ വലിയ കുഴപ്പമില്ല കാണാൻ. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട്, ശ്വാസം എടുക്കാൻ
അങ്ങനെ തോന്നുന്നു കേട്ടോ. പിന്നെ അത് അപ്പുറത്തൊന്നും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്താണെങ്കിൽ അതിലും കൂടുതൽ ആൾക്കാരാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ വരിക, നമ്മൾ മലയാളീസ് അല്ലേ. അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ബിഗ് ബോസ് സ്പൈക്കുട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. ആദ്യക്കുട്ടി ഇങ്ങനെ അടുത്തോട്ട് ചെല്ലാൻ തൊടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ആ ഒരു വരവ് കണ്ടപ്പോൾ നല്ലപോലെ പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. സച്ചു അതിനെ പോയിട്ട് തൊടും ഉഴിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ വേറെ ഒരു റോബോട്ടും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു റോബോട്ട് കാറായിട്ട് മാറും കേട്ടോ. പക്ഷേ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലുള്ള ആ ഒരു കാറാവുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് പിന്നെ നമ്മൾ നിന്നില്ല കേട്ടോ. കാരണം ആൾക്കാർ ഇങ്ങനെ വരിക നല്ലപോലെ തിരക്കിങ്ങനെ കൂടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് പിന്നെ അവിടുന്ന് പോയി. പക്ഷെ ഇത് നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളങ്ങനെ പേടിപ്പിക്കാത്തോടുക, അതിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മളങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സച്ചു ഇതിനും പോയിട്ട് ഷെയ്ക്കാൻ്റെ എടുക്കും തൊടുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാദിക്കുട്ടിക്ക് ഇവിടുന്ന് നല്ല പേടിയായിട്ടോ. കാരണം അതിനെ ചെന്ന് തൊടാനുള്ളൊരു ധൈര്യം അവനക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാറാകുമ്പോൾ അതിൻ്റെ ഒരു ലൈറ്റും പിന്നെ ബാക്കിലുള്ളത് ഡോറും അങ്ങനെയൊക്കെയാണ്. കാറായിട്ട് എങ്ങനെയെന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനിയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെ പെട്ടെന്ന് നമ്മളവിടുന്ന് പോരാൻ കാരണം നീനുറ്റും പിന്നെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം നോക്ക് പറയുന്നത് ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടോ. കാരണം അവളെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ട് അവളെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ അവർ പോയി. പിന്നെ അതാ ഞങ്ങൾ പോകുന്നു. കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് കൂടി ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മുഖം കുഞ്ഞാക്കപ്പുറത്തേക്ക് തിരിക്കട്ടോ. കാരണം ആ ഒരു ഭാഗത്തേക്ക് നീ നോക്കുക തന്നെ വേണ്ടെന്നാലും. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അവിടേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കിയതുമില്ല കേട്ടോ. കാരണം നല്ല റേറ്റാണ്. ഞാൻ ഓരോന്നിനും ചോദിച്ചിട്ടോ. നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല റേറ്റാണ്. അങ്ങനെ ആ ഫുഡിൻ്റെ സ്പോട്ടിലെത്തി. ഇവിടെയാണെങ്കിൽ പൊരിഞ്ഞ വിലയാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു പ്ലേറ്റ് കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 80 രൂപയാണ് കേട്ടോ. എത്ര വാങ്ങിക്കൂല എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പിന്നെ വാങ്ങിപ്പിച്ചിട്ടല്ലേ നിൽക്കുള്ളൂ. അങ്ങനെ അത് വാങ്ങിയപ്പോൾ പിന്നെ ഒരിക്കും വാങ്ങേണ്ടിയിരുന്നില്ല എന്നായിട്ട് 80 രൂപക്ക് വേറെന്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏതായാലും വാങ്ങില്ലേ. അത് കഴിച്ചത് നേരെ ഇവിടെ എത്തി. അപ്പോഴേക്ക് നീനു ഇതാ ഒരു കയറേണ്ട സംഭവത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു ഫുഡിൻ്റെയും വേറെ സംഭവത്തിൻ്റെയും റേറ്റ് കൂട്ടണീന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് അത്രയും വാടകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. ആവശ്യമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവും, അവർ വാങ്ങിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നീനും ആ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിലാണ് സച്ചും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളില്ലാതെ വന്ന ടൈമിൽ ഓൻ ഒറ്റക്കാണ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും എനിക്ക് കയറാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അടുത്ത സംഭവത്തിൽ നീനും കബീർക്കാക്കും കൂടെ കയറുകയാണ്. ഇത് വലിയക്കാൻ്റെ ഫ്രണ്ടാണ്. മൂപ്പരുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ യാത്രയിൽ ഭയങ്കര കോമഡി ആയിരിക്കും. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിലത്ത് നിൽക്കൂല, ഫുള്ള് കറക്കി തിരിച്ച് തല കുത്തനെ തല കീഴനെ അങ്ങനെ ആക്കി തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മൂപ്പർ ഫോണൊക്കെ സെറ്റാക്കി പിടിച്ചിട്ട് അത് കഴിയുന്നത് വരെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ചുറ്റുമില്ല കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഹോല രണ്ടാളും കൂടെ അതിൽ പോവുകയാണ് കേട്ടോ. നല്ല പോലെ വട്ടം കറക്കിയിട്ടുണ്ട്. അപ്പം നീനു പറയുന്നത് തന്നെ ഉണ്ട്, ശരിക്കും നമുക്ക് മുന്നിൽ നോക്കാനും കൂടെ പറ്റുന്നില്ല, ഫുള്ള് തല കീഴോട്ടായിട്ടാണ് നിർത്തുന്നത് എന്നിട്ട് അങ്ങനെ ഇട്ട് വട്ടം കറക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അതിലൊന്നും കയറില്ല കേട്ടോ. കാരണം എനിക്ക് കയറാനുള്ള ധൈര്യമില്ല. കാരണം ഞാൻ 1-2 വട്ടം യന്ത്ര ഊഞ്ഞാൽ അതുപോലെ തന്നെ ആ ഒരു തോണിയിലൊക്കെ കയറിയിട്ടുള്ളതാണ് കേട്ടോ. അന്ന് ഞാൻ കോല് മുറിച്ചിട്ടതാണ്. ഇനി ഇങ്ങനത്തെ സംഭവത്തിലൊന്നും ഞാൻ കയറൂലാന്ന്. പിന്നെ ഞാൻ കയറിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ടൂർ പോകുമ്പോൾ സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ പേടിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും അതുണ്ടെങ്കിൽ ഞാൻ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ അങ്ങനെ വലിയ താല്പര്യം വല്ലാതല്ല കേട്ടോ. കാരണം ഈ ഒരു തലവേദന ആവുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു സംഭവത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തൊന്ന് ഛർദ്ദിക്കും. അമ്മാരത്തെ സംഭവമാണ് കേട്ടോ. ഫുള്ളിട്ട് വട്ടം കറക്കുന്ന സംഭവമാണ്. നീനു പിന്നെ ഏത് സ്ഥലത്തും ലോങ് ഒക്കെ ടൂർ പോകുന്ന ആളാണ് കേട്ടോ. അവൾ എവിടെ പോയാലും എന്തെങ്കിലും കയറി നല്ല ധൈര്യശാലിയാണ് കേട്ടോ. അത് കണ്ടതിലും കയറിയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൾക്ക് അങ്ങനത്തെ സംഭവത്തിലൊന്നും വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. സച്ചും ഈ സംഭവത്തിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഫാദി കുറേ നേരം കരഞ്ഞിട്ടോ അതിൽ എന്നെ കയറ്റണം എന്നും പറഞ്ഞിട്ട്. പക്ഷേ ചെറിയ കുട്ടികൾ അതിൽ കയറ്റൂല. എന്തായാലും ഇങ്ങനത്തെ സംഭവത്തിൽ കയറുന്നവർക്കൊക്കെ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണം കേട്ടോ. കയറുന്നവർക്കൊക്കെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ മുതലാവും കേട്ടോ. കാരണം ഈ ഒരു സംഭവത്തിലൊക്കെ നമുക്ക് എല്ലായിടത്തും പോയാലും ഈ ഒരു സംഭവം കിട്ടൂല. പിന്നെ അത് ആ തോണിയിൽ കുഞ്ഞാക്കിയും സച്ചും ഫാദിയും നസ്താത്തിയും നീനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും ഈ വലിയാക്കും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതും പൂരത്തുങ്ങത്തെ പോലെ വലിയ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സാധാ കയറാൻ പറ്റുന്ന ചെറിയ തോണിയാണ് കേട്ടോ. ഫാദിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു തലവേദന കാരണമാണ് ഞാൻ കയറാതിരുന്നത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ആ ഫാദിക്കുട്ടിനെ പിന്നെ ഈ ഒരു സംഭവത്തിലാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ കയറാൻ ടിക്കറ്റിന് 100 രൂപ. പിന്നെ നമ്മൾ ഓരോന്നിലും കയറുമ്പോൾ പ്രത്യേകം ചാർജ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കുറേ നേരം നിന്നു ഇനി എന്തിലൊക്കെ കയറണം, നമുക്ക് എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും ഏതിൽ കയറണമെങ്കിലും ഇവർ കുഴപ്പമൊന്നുമില്ല, ഇവർ കയറ്റിട്ടോ. പക്ഷെ നമ്മൾ കയറായേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അത് ഇനിയിപ്പോൾ എവിടെയും അത്യാവശ്യം പ്രത്യേകിച്ചിട്ട് കയറാനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ 3D പിന്നെ ഹെയർ ഹൗസിൻ്റെ പോലത്തെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും പിന്നെ നമ്മൾ കയറില്ല. കാരണം ഇവിടെ പോകുമ്പോൾ നമ്മൾ ഇതിലൊക്കെ കയറുന്നതാണ്. അപ്പോൾ പിന്നെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തിരഞ്ഞെടുത്ത് വന്നതാണ്. അതൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അതാ നമ്മൾ പുറത്തോട്ട് വന്നു. പിന്നെ ഉള്ളിൽ നിന്നൊന്നും വല്ലാതെ കഴിക്കാത്തതിൻ്റെ ഒരു വിഷമം തീർക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ നമ്മുടെ നൊസ്റ്റുമായിട്ട് നമ്മുടെ കുഞ്ഞായ്മൊക്കെ ഇവിടെ ഐസ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഐസ് വല്ലാതെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം വലിയ മധുരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ 10 രൂപക്ക് ഇപ്പം അതിനല്ലേ കിട്ടുള്ളൂ. അല്ലാത്ത ഐസിന് 30-40 ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അത് സാധാ ഐസ് ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു നൊസ്റ്റു ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വാങ്ങിച്ചു. സച്ചുവിന് വേണ്ട, ഫാദിക്ക് വേണ്ട, കുഞ്ഞാക്കാക്ക് വേണ്ട എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഞാൻ വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയായി. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവരും ബാക്കി കഴിക്കുന്ന ആളാണ് ഇവള്. അതുകൊണ്ടല്ല, ഈ ഒരു ഐസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ മറ്റ് രണ്ടാളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറേശ്ശെ കഴിച്ചു. ആ ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 കയ്യിലും ഐസ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുഞ്ഞക്കറന്ന പിന്നെ എൻ്റെതും കൂടെയാണ് എടുത്തു. എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാന്നുള്ള ഒരു പ്ലാനിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ വീട്ടിലുള്ള ഫുഡൊക്കെ ബാലൻസ്
എക്സ്പെൻസ് ആവും. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കാളനും കൂടെ വാങ്ങിച്ചു. പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ നേരെ വണ്ടി കയറുക, വീട്ടിൽ പോവുക, അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. ചെന്ന് കുറച്ച് കഴിഞ്ഞേക്കാൻ എൻ്റെ ചെരുപ്പിൻ്റെ ഈ ഒരു അടിഭാഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു മുന്നത്തെ സംഭവം കൂടെ പോകുന്നു. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അതിന് കിട്ട് നടക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ചെറിയ വിലക്ക് ചെരുപ്പൊക്കെ ഉണ്ടോ നോക്കി. പിന്നെ നമ്മൾ തിരിച്ചു വന്നത് വേറൊരു വഴിയിലൂടെയാണ്. അപ്പോൾ പിന്നെ ചെരുപ്പൊന്നും എടുക്കാൻ പറ്റും. അങ്ങനെ അമ്മ യാത്ര പറഞ്ഞ വലിയൊക്കെ പാത്തിക്കൊട്ട് ഉമ്മൊക്കെ കൊടുത്ത് ഞങ്ങൾ വണ്ടി കയറി. നമ്മളെ വണ്ടിയിലും ഓല വണ്ടിയിൽ തറവാട്ടിലോട്ടും പോവാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്ന് അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ.